സ്നേഹമുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ഏടുകൾ അവിടുത്തെ സന്നിധിയിൽ അടികളുടെ തലകളെ മുടക്കിയിരിക്കുന്ന സമയത്ത് ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാവുന്നു ഞങ്ങൾ തലകൾ മുടക്കിയിരിക്കുന്നതെന്ന് ഓർമ്മവെക്കുവാനും അവൻ എന്നും ജീവിക്കുന്ന ദൈവമാകുന്നു. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്ന ദൈവം ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത് എത്ര സന്തോഷകരമാണ്, എത്ര അഭിമാനകരമാണ്. വന്നവനും വരുവാനിരിക്കുന്നതുമായ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോടുകൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടുകൂടെ മനസ്സിലാക്കുവാനും ആ കർത്താവിൽ തന്നെ ആശ്രയിക്കുവാനും ഞങ്ങളുടെ ഇന്നത്തെ ആരാധന കൂടുതൽ അനുഗ്രഹകരമായിരിക്കുവാനും ഇതിനെ സഹായിക്കണമെന്ന്. മഹത്വം അങ്ങേക്കുള്ളതാണ്, അടിയെന്നുള്ളതല്ല. അവിടുന്ന് മഹത്വമെടുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ അടികളുടെ യാതന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മളിന്ന് ദൈവസന്നിധിയിലാകുന്നു ഇരിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവന്റെ സന്നിധിയിലടികളിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവനെയുള്ള ചിന്തയാൽ, അവനെയുള്ള ഓർമ്മയാൽ, അവനോടുള്ള ആശ്രയത്താൽ നിറയപ്പെടുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് അടികൾ വിശ്വസിക്കുന്നു. പ്രിയപിതാവേ, ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും തിരുമേനി മഹത്വപ്പെടുവാൻ സഹായിക്കണം. നമ്മൾ ഈ സമയത്ത് കുടുംബമായി തിരുസന്നിധിയിൽ വന്നിരിക്കുന്ന ഈ സമയത്ത് പ്രായാധിക്യത്തിലിരിക്കുന്ന എളിയദാസൻ തിരുമേനിയെക്കുറിച്ച് സംസാരിക്കുവാൻ അവസരം ലഭിച്ചത് തന്നെ എത്ര സാധ്യമാകും. ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്നു എന്നുള്ളത് പല പ്രാവശ്യം ഘോഷിക്കുവാൻ സാധിച്ചില്ല. ഈ വാർദ്ധക്യത്തിലും തിരുമേനി ജീവിക്കുന്നു എന്നുള്ളത് ധൈര്യത്തോടുകൂടെ പറയുവാൻ അവസരം കിട്ടുമെന്ന് തോന്നണം. പ്രിയ പിതാവേ, ആദ്യങ്ങൾ ഈ സമയത്ത് മുഖത്തേക്ക് നോക്കുന്നു. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാൽ ലജ്ജിതരായില്ല. അവർ ഇന്നും ജീവിതത്തെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. ജീവിക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറയുവാൻ അവസരം ലഭിച്ചതേക്കരം മഹത്വകരമായ അവസരമാണ്. അവിടുന്ന് ഇന്ന് ജീവിക്കുന്നു എന്നുള്ളത് അതിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടുന്ന് ലോകത്തിൽ വന്ന് ശിശുവായി ജനിച്ചു, വളർന്നു. തന്റെ 30-ാമത്തെ വയസ്സിൽ ദൈവവേല, അവിടുത്തെ വേല തികയ്ക്കുവാനായി ധൈര്യത്തോടുകൂടെ മുൻപോട്ട് വന്ന കർത്താവ് അവിടുന്ന് ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് പറയുവാൻ ഞങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് വേണ്ടി തോന്നണം. ഞങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന തൊഴിലാണ് അവിടുന്ന് ജീവിക്കുന്നു എന്നുള്ളത് പറയുക. അവിടുന്ന് ജീവിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരം. അവിടുന്ന് ഈ ലോകത്തിൽ വന്നു, ഒരു ശിശുവായി ജനിച്ചു, പുരുഷനായിട്ട് വളർന്നു, തന്റെ വേല തികയ്ക്കുവാൻ ധൈര്യപ്പെട്ട് മുമ്പോട്ടറിഞ്ഞു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറയുവാൻ പറഞ്ഞാൽ ഞങ്ങളെയും അവിടുന്ന് ഒരുക്കിയിരിക്കുന്നുണ്ട് പോട്ടെ. അവിടുന്ന് തിരുവചനത്തിൽ അവിടുത്തെ ഈ പ്രഭാഷണ സമയത്ത് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അവിടുത്തെ ഗിരിപ്രഭാഷണമാണ്. അത് അവിടുന്ന് പ്രഭാഷിച്ചതായ സന്തോഷകരമായ അനുഗ്രഹീതമായ ദൂതാണല്ലോ. ആ 5-ാം അധ്യായത്തിന്റെ 14, 15, 16 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടുള്ളതല്ല. ആ പട്ടണം മറയുവാനുള്ളതല്ല, മലമേലാണ് ഇരിക്കുന്നത്. വിളക്കുകളിലൊക്കെ നശിച്ച് ആരും പറയിരിക്കുകയും വയ്ക്കാറില്ല. വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിതമാകുവാൻ അത് തന്നിന്മേലൊക്കെ വയ്ക്കുന്നത്. തന്നിന്മേൽ ഇരിക്കുന്ന വിളക്ക് പോലെ ഞങ്ങളും അവിടെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് പ്രകാശിതരാകുവാൻ കൊണ്ടും മറ്റുള്ളവർക്ക് പ്രകാശം പകർത്തുവാൻ കൊണ്ടും
ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ നോട്ടങ്ങൾ ആണ് അതിൽ നിന്ന് തിരുവേനി ആഗ്രഹിക്കുന്നത്. അതെല്ലാം പ്രകാശം പരത്തുന്നതായിരിക്കുക. നമ്മൾ കാണുന്നവർ കർത്താവിനെ കാണുവാൻ്റെ തോന്നും, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുവാൻ്റെ തോന്നും, പ്രത്യാശയുള്ളവരായിരിക്കുവാൻ തോന്നും നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ ദൈവം ജീവിച്ചെന്ന ദൈവമാണ്. അവൻ വന്നവനാണ്, ഇനി വരുവാനിരിക്കുന്നവരാണ്. അവൻ്റെ വരവിൽ നാമം അവനോട് കൂടെ ചേർത്ത് നിൽക്കുവാൻ്റെ തോന്നും, അവനിലായിരിക്കുവാൻ്റെ തോന്നും നമ്മുടെ ജീവിത പാതകളെല്ലാം ക്രമീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കണം. ഒരു തടസ്സയും നമ്മുടെ വഴിയിൽ നമുക്കുണ്ടാവുന്നത് ധൈര്യത്തോടുകൂടെ മുന്നേറണം. എന്നാൽ അവൻ വന്നവനാണ്, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ വരുവാനുള്ളവനാണ്, വരും നിശ്ചയമാണ്. അവൻ്റെ വരവിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നവരാണ്. ആ കർത്താവ് വരുമെന്നുള്ളത് ദൂരെ ഇന്ന് ലോകത്തിന് പ്രഭാഷിക്കുവാൻ കൊണ്ടും നമ്മളെ ശക്തീകരിച്ച ദൈവത്തിലൂടെ തോന്നും. അവൻ്റെ വരവടുത്തിരിക്കുന്നു, അവനോടുകൂടെ ചേർത്ത് ജീവിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടേതല്ല, അവൻ്റെ പ്രവർത്തനമാണ്. നമ്മളിൽ കൂടി അവൻ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കി വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. ഇന്നത്തെ പകലിൽ നമ്മുടെ ലോകത്തെ മറിച്ച് കേരളത്തിൽ എന്തെല്ലാം സംഭവിച്ചു, ഏതെല്ലാം മറിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായി. മഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന അനേകരെ മഴ കിട്ടാതെ വിഷമിച്ചിട്ട് തന്റെ കണ്ണുകൾ ഉയർത്തി കർത്താവിലേക്ക് പ്രാർത്ഥിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ തുറക്കും. ഇന്ന് മഴ കൊണ്ട് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ വേണ്ടതെല്ലാം നമുക്ക് തക്ക സമയത്ത് പകർന്നു തരുന്ന ദൈവമാണ്. അവൻ പകരുന്നത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാൻ്റെ കൊണ്ട് നമ്മൾ ശക്തരാകുന്നു. നമ്മുടെ കർത്താവിനെ ഉള്ള വിശ്വാസത്താൽ നമ്മൾ നിറയപ്പെടണം. അവൻ പൊടി പറയുന്നവനല്ല, കളവ് പറയുന്നവനല്ല, അവൻ വാക്കുമാറുന്നവനല്ല. അവൻ വരുമെന്ന് പറഞ്ഞാൽ വലിയ തന്നെ ചെയ്യും. ലോകം അത് വൃക്ഷത്തോടുകൂടെ നോക്കിയിരിക്കുന്നുവെങ്കിലും നമുക്കോ അത് വിശ്വാസത്തിൻ്റെ രേഖകളാണ്. അവൻ വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അവനോടുകൂടെ ചേരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ മഹത്വ പ്രത്യക്ഷത അടുത്ത് തന്നെയുണ്ട്. ആ പ്രത്യക്ഷത നമ്മളോട് കൂടെ ചേർന്നാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമ്മളെ ക്രമീകരിക്കണം. നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയുള്ള ജീവിതമാക്കണം. നമ്മുടെ നോട്ടം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ എല്ലാം ദൈവമഹത്വത്തിലുള്ളതായിരിക്കണം. അവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അവൻ്റെ പ്രതിബിംബങ്ങളായി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് അവൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മൾക്കുള്ളവരല്ല, നമ്മൾ നമ്മുടെ കർത്താവിനുള്ളവരാണ്. കർത്താവ് ജീവിക്കുന്നവരാണ്. അവനോട് ചേർന്ന് വസിക്കുവാൻ നമ്മൾക്കൊന്നും സാധിക്കും. കഴിഞ്ഞ പകൽ ഞങ്ങൾ നമ്മളെ നടത്തിയവനായ ദൈവം ഈ രാത്രിയിലും നമ്മളെ പരിപാലിക്കുവാൻ, നമ്മളോടുകൂടെ ഇരിക്കുവാൻ മതിയായവനാണ്. നമുക്ക് സ്വതന്ത്രത നൽകിത്തരുന്നവൻ, ഏത് അപകടവും തരണം ചെയ്യുവാൻ നമ്മളെ ശക്തരാക്കണം. മാതൃകയുള്ള ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നവൻ. അവൻ്റെ ശബ്ദം നമ്മുടെ കാതിൽ മുഴങ്ങണം. അവൻ്റെ ശബ്ദം നമ്മളോടുകൂടെ ഉണ്ടാവണം. അവൻ്റെ ശബ്ദം നമ്മളെ ബലപ്പെടുത്തുന്ന ശബ്ദമാകും. ആ ശബ്ദത്തിന് അനുസരണമായി നമ്മളെ ജീവിക്കണം. നമ്മുടെ ഇഷ്ടം ചെയ്യുവാൻ അല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. കർത്താവിനെ ഇഷ്ടം ചെയ്ത്, മറ്റുള്ളവരെ സ്നേഹിച്ച്, മറ്റുള്ളവരെ മാനിച്ച്, മറ്റുള്ളവരോട് ചേർന്ന് ജീവിക്കുന്നവരായിരിക്കുവാൻ നമ്മൾ ശരിയാക്കണം. ഇന്നത്തെ പകൽ വഴി നടത്തിയവനായി ദൈവം ഈ രാത്രിയിൽ നമ്മളെ പരിപാലിക്കുവാൻ മതിയായവനാകുന്നു. സുഖന്യത്തിന് നൽകിക്കുകയും ഉറക്കത്തിൽ കൂടെ നമ്മളെ പരിപാലിക്കാൻ കഴിവുള്ളവനുമാകുന്നുവെന്ന് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റേ സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. അവരെയെല്ലാം ദൈവം ഒരുപോലെ കാണുന്നു. നമ്മളെ ദർശിക്കുന്ന ദൈവം അവരെയും ദർശിക്കുന്നു.
അവരെ ദൈവത്തിനോട് അടുപ്പിക്കുക എന്ന ചുമതല നമ്മളെ ഏൽപ്പിച്ച ദൈവം അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ചുമതല കൃത്യനിർവഹണമായി കരുതി നമ്മുടെ കൃത്യമായി കരുതി ഏകാഗ്രതയോടുകൂടെ സത്യത്തോടുകൂടെ ശുഷ്കാന്തിയോടുകൂടെ ആ വേല ചെയ്യുവാൻ നിർവഹിക്കുവാൻ നമ്മൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കുന്നതിനായ ദൈവം നമ്മളോടുകൂടിയുണ്ട്, നമ്മളിലുണ്ട്. ആ ദൈവത്തിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. പ്രതികൂല പ്രതിബന്ധങ്ങൾ എന്ത് സംഭവിച്ചാലും അതൊന്നും ദൈവത്തിൻ്റെ നിത്യ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാകരുതേ ആവില്ല. അവൻ്റെ സ്നേഹം നമ്മൾ ഉൾക്കൊള്ളുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ രാത്രിക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. പകൽ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിനോട് സ്തോത്രം. ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ, മഹത്വത്തിൽ തിരഞ്ഞെടുക്കണമേ. യേശു നാമത്തിൽ അടികളെ യാതന ദയുണ്ടായി കേൾക്കുമാറാകണമേ.